മതിയടി, ഒന്നിങ്ങ ഇറങ്ങി വാ. നിക്കടി, ഒരു രണ്ടെണ്ണം കൂടി പറിക്കട്ടെ. ആരെങ്കിലും കാണും. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഒന്ന് ഇറങ്ങി വാടി. ഒന്ന് വേഗം വാ. വേഗം വാ, വേഗം വാ. ഓ അയ്യോ, എത്ര നേരം കൊണ്ട് വിളിക്കുവോ? വാ ഇങ്ങോട്ട്. എനിക്കെങ്ങും വേണ്ട, കൊണ്ടുപോ. സഞ്ചിയിലിട്ടോടി. ആ ശൂർപ്പണ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ നല്ലതാ. ആ വീട്ടുകാരെങ്ങനെ കണ്ടിരുന്നെങ്കിലേ നാണക്കേടായനെ. ഓ പിന്നെ, 2 ചാമ്പങ്ങ പറിച്ചു തിന്നുന്നതിന് എന്നാ നാണക്കേടുണ്ടാവാനാ? പിന്നെ എന്നാത്തിനാ പട്ടി ഉറച്ച് പോടിയേ? അത് നാണം കൊണ്ടല്ലോ, പേടിച്ചിട്ടല്ലേ. നോക്കിക്കേടി, നിന്റെ പ്രേം നസീർ വരുന്നുണ്ട്. ഗംഗാധരൻ ഡോക്ടറിന്റെ മരുന്നിന്റെ കുറിപ്പടി വായിക്കാനില്ലോ ഇത്രയും പാട്. എന്തോരം അക്ഷരത്തെറ്റാടി. ഞാനങ്ങ് സഹിച്ചു. ഓ എടി മേരി, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ ജോസ് 8-ലല്ലായിരുന്നോ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ജോസ് 8-ൽ തന്നെ അല്ലായിരുന്നോ? അതേ പിന്നെ അവൻ തോറ്റിട്ടില്ലല്ലോ. എന്താന്നറിയോ നിനക്ക്? ഞാൻ 5-ന്ന് 8 എത്തുന്നതും കാത്ത് മനഃപൂർവ്വം അവൻ തോറ്റുവിട്ടിരുന്നതാ. അത്രയ്ക്ക് ഇഷ്ടം അവൻ എന്നോട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയ എനിക്ക് ഇന്നേ കൊക്കത്തോട്ടത്തിൽ കാവല് നിൽക്കാനേ നീ വേറെ ആളെ നോക്കിക്കോ. അയ്യോ പൊന്നെ, ചതിക്കല്ലേ. നീ അല്ലേടി എന്റെ ധൈര്യം. ഓരാത്തതിന് ആ ഡൊമിനിക്കൂല്ലേ കൂടെ? ആ പഷ്ട്, അവനെന്നെ കാണുന്നത് തന്നെ കലിയ. ഞാൻ എന്നാ ചെയ്തിട്ടാന്ന് എനിക്കറിയാൻ മേല. എനിക്ക് മരം കയറി എന്നുള്ള പേരിട്ടത് അവനാണോ നല്ല സംശയമുണ്ട്. ചിരിക്കണ്ട. മേരി മോളെ, നാരങ്ങ മിഠായി വേണോ? ചാമ്പങ്ങ വേണോ? അവനവനെ കൊണ്ടാവുന്ന പണി ചെയ്താ പോരെ. ആഹാ, മുട്ടുപൊട്ടി ചോര വരുന്നുണ്ടല്ലോ. വയ്യാത്ത പട്ടി എന്നാത്തിനായി കയ്യാല കയറാൻ നിൽക്കുന്നേ. കാണിച്ചേ, ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ട് നീരൊഴിച്ചാലേ ഇത് വേഗം കരിയും. വേണ്ട. അതിനെന്നിട്ട് അപ്പം കോൺഗ്രസ് ആയോണ്ടാണോ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അതിന് നീ എത്രയുടെ എന്നോട് ചൂടാവുന്നേ? നിനക്കൊക്കെ ഉണ്ടല്ലോ ചോറിയാണത്തിന്റെ അല്ലേ പറിച്ചു തരേണ്ടത്. കാട്ടുപോത്ത്. ആരും വന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. നീ വരുന്നുണ്ടോ? ഞാനും വരുന്നു. പിന്നെന്തിനു വിളിച്ചേ? ആ മരം കേറി കത്രീനയുടെ തലയിൽ വെള്ളിടി വെട്ടണേ കർത്താവേ. എടാവേ, ആദ്യ ചുംബനത്തിന് വേണ്ടി 2 മില്ലിമീറ്റർ ദൂരം മാത്രം ബാക്കിയുള്ളപ്പോഴാ അവളുടെ ഒടുക്കത്തൊരു വിസിലടി. വാ. പൗലോസേട്ടാ, ഞങ്ങളുടെ ടിക്കറ്റ് മുതലാളി പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളിന്ന് പടം കാണാൻ വരുമെന്ന്? ഡൊമിനിക്ക് അവിടെ നിൽപ്പുണ്ട്, അവനോട് പറഞ്ഞാൽ മതി. ശരി. എത്ര?
ഞങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട മോനെ. കൊട്ടകയുടെ മുതലാളിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ പണിക്ക് നിൽക്കുന്നത്. കൊച്ചിൻ്റെ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്. പോയിക്കോ. ഡൊമിനിക്ക് കാലിലെ മുറിവ് ഉണങ്ങിയായിരുന്നോ? കോട്ടപോത്തിന്റെ സ്വഭാവം. ഡൊമിനിക്ക്, നീ എന്നതേ കാണിക്കുന്നത്? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ കറക്കണം, മനസ്സിലായി? അപ്പൊ അങ്ങനെ പൊക്കോളൂ. ആഹാ. തോപ്രാംകുടി പള്ളിയിലെ പെരുന്നാൾ തുടങ്ങിയല്ലോ. മക്കളെ, നിന്റെ അമ്മച്ചിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടതെന്ന് പറയുമ്പോൾ ഇവളാണ് എൻ്റെ പെണ്ണ് എന്ന വിചാരത്തോടുകൂടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോയപ്പോഴാണ്. കൊച്ചുനാൾ പോലെ അവളെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ അക്കാലത്തൊക്കെ ഈ നാട്ടിലെ ഒരു പെണ്ണ് എന്നതിനപ്പുറം അവളെപ്പറ്റി വേറൊരു വിചാരം എനിക്കില്ലായിരുന്നു. പക്ഷേ ആ പള്ളിപ്പെരുന്നാളിലെ കൂട്ടുകാരികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങി പെരുന്നാൾ കാണാൻ വന്ന റബേക്ക, അന്ന് വരെ കാണാത്ത റബേക്ക, ഒരു മാലാഖയുടെ ചേലായിരുന്നു അവൾക്ക്. ആ ദിവസം മുതൽ എനിക്ക് ഇരിക്കപ്പുറത്തില്ലതായടാ. അവളോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ നെഞ്ചും കൂടെ പൊട്ടിപ്പോകുന്നൊരു തോന്നലായിരുന്നു. എന്നിട്ട് അപ്പനെപ്പോഴും അമ്മച്ചിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത്? അന്നത് നേരിട്ട് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അന്നത്തെ കാലം അതല്ലേ. പിന്നെ ഞാൻ നോട്ടം കൊണ്ടും ചിരി കൊണ്ടും ചില്ലറ വേലത്തരങ്ങളൊക്കെ കൊണ്ട് എൻ്റെ ഇഷ്ടം അറിയിക്കാൻ പലതും പയറ്റ് നോക്കി. പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ അപ്പാ ടയറ് കീറി. കർത്താവേ, ഇനി ഇതും ചുവന്നോണ്ട് പോണമല്ലോ. അതുവരെ എനിക്കറിയാമായിരുന്ന കത്രീനയല്ല അന്ന് ഞാൻ കണ്ടത്. ഒരു മാലാഖയുടെ ചേലും ചന്തവുമുള്ള സുന്ദരിയായ കത്രീന. നക്ഷത്രങ്ങൾ തിളങ്ങിയ അവളുടെ കണ്ണുകൾ, നിലാവ് പോലെ അവളുടെ പുഞ്ചിരി. അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു, ഇവളാണെൻ്റെ പെണ്ണെന്ന്. ഒരു കാലത്ത് എൻ്റെ അപ്പൻ്റെ ഉറക്കമില്ലാതാക്കിയ അതേ പള്ളി പെരുന്നാൾ വർഷങ്ങൾക്കിപ്പുറം എൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തി. അപ്പാ, എന്നാടാ? അപ്പൻ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താടാ? അമ്മച്ചിയോടുള്ള ഇഷ്ടം അപ്പൻ എങ്ങനെ അറിയിച്ചത്? നീ ആ കഥ ഇതുവരെ വിട്ടില്ലേ? എനിക്കെങ്ങനെ വിടാനൊക്കോ? എൻ്റെ അപ്പൻ്റെ അമ്മച്ചിയുടെ കഥയല്ലേ അത്? റബേക്കയെ എന്നും കാണാൻ വേണ്ടി ഞാൻ അവളുടെ അപ്പൻ്റെ ചായക്കടയിലെ പണിക്കാരനായി. അതിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു അവളും കുടുംബവും താമസം. എല്ലും മുറിയെ പണിയുണ്ടായിരുന്നെങ്കിലും കണ്ണു നിറയെ അവളെ കാണാൻ പറ്റില്ല എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല. പെട്ടെന്നായിരുന്നു ഒരു പട്ടാളക്കാരൻ്റെ കല്യാണാലോചന അവൾക്ക് വന്നത്. പെണ്ണ് കാണലും കല്യാണം ഉറപ്പിക്കലും ഇല്ല, ചടയെന്നും കഴിഞ്ഞു. കാശിന് ഗതിയില്ലാത്ത ഞാൻ അവളെ മറക്കാൻ ശ്രമിച്ചു. ഒരു പാതിരാത്രിക്ക് ആരോടും പറയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്നേരം എൻ്റെ പിറകെ വന്ന് റബേക്ക ചോദിക്കുക, എന്നെ കൂടെ കൂട്ടാവോ പൗലച്ചായാന്ന്. അമ്മച്ചിക്ക് അപ്പനെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നല്ലേ?
ഞാൻ അവളെ പ്രേമിക്കും മുമ്പ് തന്നെ അവളെന്നെ പ്രേമിക്കുന്നുണ്ടായിരുന്നില്ല മക്കളെ. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അതെങ്ങനെയും ഏത് വഴിക്കെങ്കിലും അവരെ അറിയിച്ചിരിക്കണം. ഇല്ലല്ലേ പറയാൻ പറ്റാതെ പോയ ഇഷ്ടത്തിൻ്റെ പിടച്ചിൽ മരണം വരെ നമ്മുടെ നെഞ്ചിലുണ്ടാവും. ഒരു ഞാവൽപ്പഴം തരൂ. അതെ, കാലിലെ മുറിവ് ഉണങ്ങിയായിരുന്നു കേട്ടോ. എന്ത്? അല്ല, അന്ന് ടാക്കീസി വെച്ച് ചോദിച്ചില്ലായിരുന്നോ മുറിവ് ഭേദായോന്ന്? ഓണപ്പരീക്ഷയുടെ ജോബത്തിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒത്തിരി എഴുന്നാളെ ഞാൻ ആദ്യമായിട്ട് കാണും. മേരി, എന്താ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? ടീച്ചർ നോക്കുന്നു. ജോസെ, എന്നാ മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? റഷ്യൻ വിപ്ലവം, ഉപ്പ് സത്യാഗ്രഹ, ജാലിയൻവാല ബാഗ്. ഡൊമിനിക്കിനോട് ചോദിക്കി. ഡൊമിനിക്ക്, മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപത്തിന് പകരം ഞാൻ അവൾക്ക് കൊടുത്തത് പ്രണയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ കലാപങ്ങളായിരുന്നു. 10ാം തരത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാനും മേരിയും ജയിച്ചു, കത്രീന തോറ്റു. ജോസ് ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ തിരുത്തപ്പെടാത്ത റെക്കോർഡ് തോൽവി സ്വന്തമാക്കി. ആ റെക്കോർഡിൻ്റെ തിളക്കവുമായി ജോസ് ഗൾഫ് ലക്ഷ്യമാക്കി ബോംബെക്ക് നാടുവിട്ടു. അധികം വൈകാതെ മേരിയെ പോസ്റ്റ്മാൻ ജോർജ് കുട്ടിക്ക് കെട്ടിച്ചു കൊടുത്തു. ഞാൻ കോളേജിൽ ചേരാനുള്ള അപേക്ഷയും കൊടുത്ത് ടൈപ്പ് റൈറ്റിങ്ങിനും ഷോർട്ട് ഹാൻഡിനും ചേർന്നു. കത്രീന അടുത്ത കൊല്ലത്തെ പരീക്ഷയ്ക്കായി കാത്തിരുന്നു. എന്താ മാത്തച്ച, ഇതുവരെ തീർന്നില്ലേ? ഓ തീർന്നു കൊച്ചാ. മുതലാളിയില്ലേ? ഇല്ല, അപ്പം കൊച്ചു വരെ പോയേക്കുവാ. മോളെ മതി കളിക്കല്ലേ മോളെ, കേറുവാ. ഇന്നലത്തെ കളക്ഷനാ. അപ്പനെ മഴ ആയതുകൊണ്ട് കൊണ്ടുതരാൻ പറ്റില്ല. വാ മോളെ അകത്തേക്ക്. ഞാൻ എത്ര നേരമായി പറയുന്നേ. സാരമില്ല, ഓൾ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ല്. എന്നാത്ര എന്നെ കാണണമെന്ന് പറഞ്ഞേച്ചേ? ഡൊമിനിക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? കാര്യം പറ. ഡൊമിനിക്ക് ഇതൊന്ന് വിറ്റ് തരാമോ?
സ്വർണ്ണമല്ലയോ ഇത്? ഉം. അമ്മച്ചിയുടെ ആകെയുള്ളൊരു സമ്പാദ്യമായിരുന്നു. ഇപ്പൊ അപ്പച്ചനെ വെല്ലൂര് കൊണ്ടുപോയി ചികിത്സിക്കാനായിട്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാ. ഡൊമിനിക്ക് ഇതാ തട്ടാങ്കൃഷ്ണന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് വിറ്റ് തരണം. പുള്ളിക്കാരനും ഞങ്ങളും തമ്മിലൊരു അതിർത്തി തർക്കത്തിന്റെ പേരിലുള്ള പിണക്കത്തിലാ. അല്ലെങ്കിൽ അമ്മച്ചി നേരിട്ട് പോയനെ. ഡൊമിനിക്കിന് ബുദ്ധിമുട്ടാണേ വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. താ താ. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരുത്തനാ പൗലോ. പക്ഷേ മകൻ ഇങ്ങനെ ഒരു എന്നാ ഞാനിപ്പോ പറയണ്ടേ? നാരായണപിള്ളേ, ഇവൻ കട്ടൂന്ന് ഏറ്റ സ്ഥിതിക്ക് കേസും ബുക്കാറും ഒന്നും വേണ്ട. ഒന്നുമല്ലേലും ഞാൻ ആ പൗലോയുടെ മുഖം ഓർക്കണമല്ലോ. വിട്ടേക്ക്. ശരി സാറേ, പാടോ. അപ്പ ഞാൻ കട്ടിട്ടില്ലപ്പ. ഞാനങ്ങനെ സമ്മതിക്കണായിരുന്നു. ഞാനങ്ങനെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അപ്പ എന്നോട് ഓർക്കണം. അപ്പ എന്നോടൊന്നും തോന്നരുത്. ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതിനെല്ലാം എനിക്ക് മാപ്പ് തരണം. എന്നോട് ഇത്ര ഇഷ്ടമുള്ള ഒരാളെ ഇനി എനിക്ക് വേദനിപ്പിക്കാൻ വയ്യ. നീ എന്നെ വേണ്ടാന്ന് വെച്ചേച്ച് ആ ഡൊമിനിക്കുമായിട്ട് കൂട്ടുകൂടിയപ്പം ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ കത്രീന? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ അവനെ കാണാറ് പോലുമില്ല. സത്യം പറഞ്ഞ എനിക്കിപ്പോ അവനെ കാണുന്നത് തന്നെ പേടിയാ. എന്നാ വേണം? എനിക്ക് കത്രീനോടൊന്ന് സംസാരിക്കണം. പറ്റത്തില്ലെങ്കിലോ? മാറി നിന്നോ, അല്ലെങ്കിൽ തലടിച്ച് ഞാൻ പൊട്ടിക്കും. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെ. ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ നിന്നെ തന്നെ കത്രീന.
നീ കാരണം ഞാൻ കള്ളനെ. നിന്നോടുള്ള ഇഷ്ടം എന്നെ കള്ളനാക്കിയത്. നീ തകർത്തളഞ്ഞ എൻ്റെ സന്തോഷങ്ങളൊക്കെ. എൻ്റെ അപ്പൻ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും വന്നതല്ല ഞാൻ. ഇല്ലിക്കൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്നുകൂടി കാണണമെന്ന് തോന്നി. ഇനി ഒരിക്കലും കാണല്ലേ എന്ന് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പോയേക്കുവാ.